ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫീത. ഇന്നൊരു ഒന്നൊന്നര കളറിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ പോയി എന്നല്ലാണ്ട് അവസാനത്തേക്ക് എത്തിയപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്താ സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഞാനൊരു പിക്ചർ എടുത്തിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഈസി ആയിട്ടുള്ള പിക്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് സെലക്ട് ചെയ്തത്. ആദ്യം എനിക്ക് ഈസി ആയിട്ടൊക്കെ തോന്നി, പക്ഷെ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, നല്ലോണം ടൈം എടുക്കുന്നുള്ളത്. ചെയ്തിട്ടും ഇത് തീരുന്നില്ലേനു. അവസാനം നമ്മൾ ഒരു 1.5 വരെ ഇരുന്നിട്ടാണ് ഈ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലാദ്യം നമ്മൾ പേസ്റ്റൽ കളേഴ്സ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകെ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, റെഡും അതേപോലെ കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു പിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു മെജന്ത പോലത്തെ ഒരു പിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത്. ഈ ഒരു കളറ് ഇതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സംഭവം കളറിംഗ് ഒക്കെ ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമ്മളുടെ പിക്ചർ ഒന്നായിട്ട് ആ ചെയ്തതും കൂടെ കൊളായിപ്പോയത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ കോർണേഴ്സിലും നമ്മൾ ഈ ഒരു സോളിഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് പിങ്കിൻ്റെ ഒക്കെ മേലെ ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ആവശ്യം കൂടിയിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കാൻ നോക്കിയതാണ്. പക്ഷേ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഷീറ്റ് നല്ല രീതിയിൽ റോളായിട്ട് ഉരുണ്ട് ഇങ്ങനെ മേലെ വരികയാണ് ചെയ്യുന്നത്, ബ്ലെൻഡ് ആവുന്നില്ല ഷീറ്റിലേക്ക് കളറ്. അപ്പം എന്തായാലും നമ്മളത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിലൊന്നും അത് ബ്ലെൻഡ് ആയിട്ടില്ല, കളർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ലൈൻസൊക്കെ കൊടുത്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഏതായാലും ഓവറാക്കി കൊളാക്കിയേരി ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് മിനുക്കി എടുക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആവുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഇതിനെ കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫേസിലായിരുന്നു കേട്ടോ എനിക്ക് ലാസ്റ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണിന് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വൈറ്റ് കളർ ഒട്ടും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതും പോയി. പിന്നെ ലിപ്പിലായിരുന്നു ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതിലാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡാണെന്ന് പുറമെ കണ്ടിട്ട് വിചാരിച്ചിട്ട് ഞാനൊരു മെറ്റാലിക് ബ്രഷ് പെൻ എടുത്തിട്ട് ഒരു പിങ്ക് കൊടുത്ത് അതും കൊളാക്കി. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് അവിടുത്തെ പേപ്പർ ഒന്നായിട്ട് റോൾ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്പിൻ്റെ കളർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ ബ്രഷ് വെച്ചിട്ട് തട്ടി കളഞ്ഞപ്പോൾ ഫേസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ റോൾ ഔട്ട് ആയ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ ഇവിടെ ചെറിയ മാർക്കിങ്ങൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ലുക്ക്. ഏതായാലും ഞാൻ ആവുന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.